കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ചിലർ പാർലമെന്റ് അംഗങ്ങളും കേന്ദ്രമന്ത്രിമാരുമായിട്ടുണ്ട്. 3 മുഖ്യമന്ത്രിമാർ ലോക്സഭയിലേക്ക് ജയിച്ചപ്പോൾ ഒരാൾ ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായി, മറ്റൊരാൾ രാജ്യസഭയിൽ മാത്രം അംഗമായി. PK വാസുദേവൻ നായർ, CH മുഹമ്മദ് കോയ, EK നായനാർ, K കരുണാകരൻ, AK ആന്റണി എന്നിവരാണ് പാർലമെന്റ് അംഗങ്ങളായ മുഖ്യമന്ത്രിമാർ. ഇവരിൽ PKV മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപും ശേഷവും ലോക്സഭയിലെത്തി. 3 വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്ന് 4 തവണയാണ് PKV ലോക്സഭാ അംഗമായത്. CHും കരുണാകരനും 2 തവണയും നായനാർ 1 തവണയും ലോക്സഭാ അംഗമായി. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പാണ് PKV 3 തവണ ലോക്സഭയിലെത്തിയത്. 1957 തിരുവല്ലയിൽ നിന്നായിരുന്നു ആദ്യ ജയം. 1962 അമ്പലപ്പുഴയിൽ നിന്നും ജയിച്ചു. 1967 പീരുമേടിൽ നിന്ന് വീണ്ടും ലോക്സഭയിലെത്തി. 1977 മുഖ്യമന്ത്രിയായ PKV പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് 2004 തിരുവനന്തപുരത്ത് നിന്നാണ് അവസാനമായി ലോക്സഭയിലെത്തിയത്. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപാണ് MP ആയത്. 1962 കോഴിക്കോട് നിന്നുമാണ് ആദ്യമായി പാർലമെന്റിലെത്തുന്നത്. മഞ്ചേരി MP ആയിരുന്ന M മുഹമ്മദ് ഇസ്മായിലിന്റെ മരണത്തെ തുടർന്ന് 1973 നടന്ന ഉപതെരഞ്ഞെടുപ്പിലും CH വിജയം കണ്ടു. 1967 പാലക്കാട് മണ്ഡലത്തിൽ നിന്നാണ് നായനാർ ലോക്സഭയിലെത്തിയത്. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പായിരുന്നു നായനാരും പാർലമെന്റ് അംഗമായത്. അതേസമയം 4 തവണ മുഖ്യമന്ത്രിയായ ശേഷമാണ് K കരുണാകരൻ പാർലമെന്റിലെത്തുന്നത്. 1995 രാജ്യസഭാംഗമായി കേന്ദ്രമന്ത്രിയായ കരുണാകരൻ 1996 സ്വന്തം തട്ടകമായിരുന്ന തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു. തോൽവിയായിരുന്നു ഫലം. എന്നാൽ 1998 തിരുവനന്തപുരത്ത് നിന്നും 1999 മുകുന്ദപുരത്ത് നിന്നും ജയിച്ചു കയറി. AK ആന്റണി 5 തവണയും രാജ്യസഭാംഗമായാണ് പാർലമെന്റിലെത്തിയത്. 2 ടേമുകളായി പ്രതിരോധ മന്ത്രിയുമായി. ഇവരിൽ നായനാർ ഒഴികെ എല്ലാവരും 1977 5ാം നിയമസഭയിലാണ് മാറി മാറി മുഖ്യമന്ത്രിയായതെന്ന പ്രത്യേകതയുമുണ്ട്.